ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരല്പസമയം കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെയും, എല്ലാ ജീവജാലങ്ങളെയും, അതിലുപരി നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ ഛായയിലും സാദൃശ്യം സൃഷ്ടിച്ച ദൈവമേ, അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പരസ്പരം നീതിയും സമാധാനവും പുലർത്തി മറ്റുള്ളവർക്ക് വെളിച്ചമേകാൻ, സത്യത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഗാനത്തോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. ദൈവാരൂപിയെ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. ശ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. ശ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. കഴിഞ്ഞ ക്ലാസ്സിൽ സത്യത്തിന്റെ പാതയിൽ എന്ന പാഠഭാഗത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടവസ്തുക്കളുടെയും ജീവജാലങ്ങളുടെയും ഉടമസ്ഥൻ ദൈവമാണെന്നും എല്ലാ ജീവജാലങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം കാണുവാനും അനുഭവിക്കുവാനും നമുക്ക് സാധിക്കണമെന്നും ഈ മനോഹരമായ, ഈ സുന്ദരമായ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ചുമതല ദൈവം മനുഷ്യനാണ് നൽകിയിരിക്കുന്നത്. അതായത് നമുക്ക് ഓരോരുത്തർക്കുമാണ് ആ ചുമതല നിർവഹിക്കാനുള്ളത്. കാരണം കൂടാതെ നമ്മൾ പക്ഷികളെയും മൃഗങ്ങളെയും ഒന്നും ഉപദ്രവിക്കരുത്. അവയെ സ്നേഹിക്കുവാനും പരിപാലിക്കുവാനും സംരക്ഷിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ജീവജാലങ്ങൾ തമ്മിലുള്ള ഈ സഹവർത്തിത്വമാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് അടിസ്ഥാനം. തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി ഈ ജീവജാലങ്ങളെയൊക്കെ അഥവാ ഈ പ്രകൃതിയെ സ്നേഹിച്ച, മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ സംരക്ഷിച്ച, അല്ലെങ്കിൽ അവയോട് സംസാരിച്ച ഒരു വിശുദ്ധനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് ആ വിശുദ്ധൻ. സവിശേഷമായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. എല്ലാ മനുഷ്യരോടും എന്നതുപോലെ ഭൂമിയിലെ ചരാചരം കൊണ്ട് മുഴുവൻ പ്രകടിപ്പിച്ച സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പേരിൽ അദ്ദേഹം അനുസ്മരിക്കപ്പെടുന്നു. പ്രകൃതിയെയും അതിലെ എല്ലാ വസ്തുക്കളെയും സഹോദരങ്ങളായി കണ്ട് സൂര്യകീർത്തനം പാടിയ വിശുദ്ധ ഫ്രാൻസിസ് പരിസ്ഥിതിയുടെ പ്രത്യേക മധ്യസ്ഥൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. മനുഷ്യനെ ദൈവത്തിലേക്ക് നയിക്കുന്ന മാധ്യമമായി പ്രകൃതിയെ കാണുകയും പ്രകൃതിയുമായി ആഴമേറി ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത വ്യക്തിയാണ് വിശുദ്ധ ഫ്രാൻസിസ്. എല്ലാ സൃഷ്ടവസ്തുക്കളും പിതാവായ ദൈവത്തിന്റെ മക്കളാണെന്നും ആയതിനാൽ തന്നെ സൃഷ്ടികളെല്ലാം
സഹോദരങ്ങളാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ദർശനം. എല്ലാ മൃഗങ്ങളോടും പക്ഷികളോടും വിശുദ്ധ ഫ്രാൻസിസിന് പ്രത്യേക മമതയുണ്ടായിരുന്നു. അവയെ സംരക്ഷിക്കുവാനും അവയെ പരിപാലിക്കാനും ഒക്കെ വിശുദ്ധ ഫ്രാൻസിസിന് സാധിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തുതി. വിശുദ്ധ ഫ്രാൻസിസ് അസീസി 1181 ഇറ്റലിയിലെ അസീസിയിൽ ഫ്രാൻസിസ് ജനിച്ചു. പിതാവ് ധനികനും പട്ടുവസ്ത്ര വ്യാപാരിയുമായ പീറ്റർ ബെർണാദോനും മാതാവ് പീക്കായുമായിരുന്നു. അമ്മ മകനെ ദൈവഭീതിയിലും സുഹൃതങ്ങളിലും വളർത്തി. ലൗകികമായി പ്രശസ്തനായ ഒരു പുത്രനെയാണ് പീറ്റർ സ്വപ്നം കണ്ടത്. അതിനാൽ കച്ചവടക്കാര്യങ്ങളിൽ മകനെ നിയോഗിച്ചു. ധനവും സ്വാതന്ത്ര്യവും കിട്ടിയപ്പോൾ ഫ്രാൻസിസ് ലോക ആഡംബരങ്ങളിലും ആർഭാടങ്ങളിലും മുഴുകി യുവരാജനെ പോലെ ജീവിച്ചു. 1202 സൈനിക സേവനത്തിന് പുറപ്പെട്ടു. എന്നാൽ പരാജിതനും രോഗിയുമായാണ് അയാൾ തിരിച്ചെത്തിയത്. ദൈവസ്നേഹം നിറഞ്ഞ ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായി. കൂട്ടുകാരുമൊത്ത് ഉല്ലസിച്ചിരുന്ന ഒരു രാത്രി ഫ്രാൻസിസ് ദൈവസ്വരം ശ്രവിച്ചു. ആരെ സേവിക്കുകയാണ് ഉത്തമം, യജമാനനെയോ അതോ ദാസനെയോ? യജമാനനെ എന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ വീട്ടിലേക്ക് മടങ്ങൂ, എന്താണ് കരണീയമെന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം. ദൈവസ്വരം ശ്രവിച്ച ഫ്രാൻസിസ് വളരെയധികം പ്രാർത്ഥിച്ചു. ഭിക്ഷുക്കളെ സഹായിക്കാൻ തൽപരനായി. എന്നാൽ ദാനധർമ്മം പിതാവ് നിരുത്സാഹപ്പെടുത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദരിദ്രരോടുള്ള അനുകമ്പ ഹൃദയത്തിൽ അന്തർലീനമായി കിടന്നിരുന്നു. തന്നിമിത്തം പിതാവിൻ്റെ കടയിൽ നിന്ന് പണവും വസ്ത്രവുമൊക്കെ ദരിദ്രർക്ക് നൽകി. ദരിദ്രരെ ശുശ്രൂഷിക്കുകയും കുഷ്ഠരോഗികളെ ആശ്ലേഷിക്കുകയും ചെയ്യുമ്പോൾ അത് ഈശോയ്ക്ക് ചെയ്യുന്നത് പോലെയാണ് ഫ്രാൻസിസിന് അനുഭവപ്പെട്ടത്. ഇപ്രകാരം നവജീവിതം ആരംഭിച്ച ഫ്രാൻസിസ് ദീർഘകാലം ദേവാലയത്തിൽ പ്രാർത്ഥനാനിരതനായി കഴിഞ്ഞുകൂടി. ഒരു ദിവസം പ്രാർത്ഥനയ്ക്കിടയിൽ ഈശോയുടെ സ്വരം ഫ്രാൻസിസ് ശ്രവിച്ചു. എൻ്റെ ദേവാലയം പുതുക്കിപ്പണിയുക. വിശുദ്ധ ഡാമിയൻ്റെ കേടുവന്ന ദേവാലയം പുതുക്കിപ്പണിയാൻ വീട്ടിൽ നിന്നും പണമെടുത്തതിന് പിതാവിൻ്റെ ശകാരമേൽക്കേണ്ടി വന്നു. മെത്രാന്റെ പക്കൽ പിതാവ് പരാതി നൽകി. ഫ്രാൻസിസ് അരമനയിൽ ചെന്ന് വിലപിടിച്ച തൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചുവെച്ചു. അവയും കുടുംബസ്വത്തിലുള്ള തൻ്റെ ഓഹരിയും പിതാവ് യഥേഷ്ടം ഉപയോഗിച്ചുകൊള്ളട്ടെ എന്നു രേഖപ്പെടുത്തി. ഒരു യാചകനെ പോലെ തെരുവിലേക്കിറങ്ങി. ഇനിമേൽ ദൈവം മാത്രമേ എനിക്ക് പിതാവായിട്ടുള്ളൂ എന്ന് ഫ്രാൻസിസ് പ്രഖ്യാപിച്ചു. തെരുവിലേക്കിറങ്ങിയ ഫ്രാൻസിസിന്റെ ജീവിത രീതിയിൽ ആകൃഷ്ടരായി ചിലർ അദ്ദേഹത്തോട് ചേർന്നു. എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഫ്രാൻസിസ് വളരെ സമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ചിരുന്നു. കുരിശിൽ നിന്ന് തന്നോട് സംസാരിച്ച ഈശോയുടെ സഹനത്തിൽ പങ്കുചേരാൻ തീവ്രമായി ആഗ്രഹിച്ച ഫ്രാൻസിസിന് 1224 പഞ്ചക്ഷതങ്ങൾ ലഭിച്ചു. ദിവ്യകാരുണ്യനാഥന് സ്വയം സമർപ്പിച്ച ഫ്രാൻസിസ് 6ാം പട്ടം വരെ സ്വീകരിച്ചു. വിനയം നിമിത്തം പൗരോഹിത്യം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. തന്നോടൊപ്പമുണ്ടായിരുന്നവരെ കൂട്ടി സുവിശേഷ ദാരിദ്ര്യമനുഷ്ഠിച്ച് ജീവിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അംഗീകാരം തേടി. ബെനഡിക്റ്റൻ സന്യാസിനികളിൽ നിന്ന് ലഭിച്ച പോർസ്യുങ്കല ദേവാലയം കേന്ദ്രമാക്കി ഫ്രാൻസിസ്കൻ സഭയ്ക്ക് രൂപം കൊടുത്തു. പ്രഭുകുമാരി ക്ലാര ഫ്രാൻസിസിനെ അനുഗമിച്ചതോടുകൂടി ഫ്രാൻസിസ്കൻ വനിതാ വിഭാഗത്തിന് തുടക്കം കുറിച്ചു. 4ാം ലാറ്ററൻ കൗൺസിലിൽ വെച്ച് വിശുദ്ധ ഡൊമിനിക്കുമായി സൗഹൃദം സ്ഥാപിച്ചു. പെറുജിയയിൽ വെച്ച് പരിചയപ്പെട്ട കർദിനാൾ ഹുഗോലിനെ സഭയുടെ സംരക്ഷകനാക്കി. സ്നേഹിക്കപ്പെടാത്ത സ്നേഹമായ ഈശോയെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ കൊണ്ട് സ്നേഹിപ്പിക്കാനും ആഗ്രഹിച്ച ഫ്രാൻസിസ് സഹോദരന്മാരെ വിശാല ലോകത്തേക്ക് വചനപ്രഘോഷണത്തിനായി അയച്ചു തുടങ്ങി. 6 സഭാംഗങ്ങൾ മൊറോക്കോയിൽ വെച്ച് രക്തസാക്ഷികളായി. താമസിയാതെ സഭാ നേതൃത്വം ഫ്രാൻസിസ് മറ്റുള്ളവരിലേക്ക് കൈമാറി. 1221 അൽമായ ഗണത്തിന് തിരുസഭ ഔദ്യോഗിക അംഗീകാരം നൽകി. ഈശോയുടെ ജനനം ചിത്രീകരിച്ച് പുൽക്കൂട് നിർമ്മാണം ആരംഭിച്ചത് ഫ്രാൻസിസ് ആണ്. 1226 ഒക്ടോബർ 3-ാം തീയതി
സായാഹ്നത്തിൽ 142 സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് തറയിൽ കിടന്നാണ് ഫ്രാൻസിസ് ലോകത്തോട് വിട പറഞ്ഞത്. 1228 വിശുദ്ധനായി അംഗീകരിക്കപ്പെട്ടു. ഇനി ഈ മൃഗങ്ങളോടും പക്ഷികളോടുമുള്ള ഫ്രാൻസിസിന്റെ സ്നേഹം, ബന്ധം പ്രകടമാക്കുന്ന ഒരു വീഡിയോ നമുക്ക് കണ്ടാലോ? വിശുദ്ധ ഫ്രാൻസിസിന്റെ പ്രശസ്തമായ ഒരു കഥയാണ് സിറ്റി ഗുബിയോയിൽ വെച്ച് ഒരു ചെന്നായെ ഇണക്കിയെടുക്കുന്നത്. ഭീതി ജനിപ്പിക്കുന്നതായിരുന്നു അത്. ജനങ്ങളുടെ ഇടയിൽ പ്രഭാഷണം നടത്തുന്നതിനായി അദ്ദേഹം സിറ്റിയിൽ താമസിക്കുകയായിരുന്നു. മൃഗങ്ങളെയും ആളുകളെയും കൊല്ലുന്ന ഒരു ചെന്നായി വനത്തിലുള്ള കാര്യം ഫ്രാൻസിസ് അറിഞ്ഞു. ചെന്നായെ പേടിച്ച് ജനങ്ങൾ നഗരവാതിൽ അടയ്ക്കുവാൻ തീരുമാനിച്ചു. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം കണ്ടു. അദ്ദേഹം ചെന്നായെ ഒന്ന് കാണുവാൻ തന്നെ തീരുമാനിച്ചു. ചെന്നായെ കാണുന്നതിനും സംസാരിക്കുന്നതിനും ഒരുപാട് സമയമെടുക്കുമെന്ന് തോന്നുന്നു. അങ്ങയുടെ ബുദ്ധിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഈ ചെന്നായ താങ്കളെ തീർച്ചയായും കൊല്ലും. ഭയപ്പെടേണ്ട, എനിക്കതിനോട് സംസാരിക്കാനും അതിന്റെ പ്രശ്നത്തിന് പരിഹാരം നൽകാനും സാധിക്കും. പക്ഷെ ഗുരു, പേടിക്കേണ്ട സഹോദര, ഞാൻ നാളെ തന്നെ വനത്തിലേക്ക് പോകും. എന്നെ നിങ്ങൾ തടയാൻ ശ്രമിക്കേണ്ട. അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ മാറി മാറി ഉപദേശിച്ചു. പക്ഷേ ഫ്രാൻസിസിന് ഒരു മാറ്റവും ഉണ്ടായില്ല. വനത്തിലേക്ക് തന്നെ പോവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത ദിവസം ഫ്രാൻസിസും അനുയായികളും വനത്തിന്റെ ഉള്ളിലേക്ക് നടക്കുവാൻ തുടങ്ങി. അവർ വനത്തിനുള്ളിലേക്ക് അടുക്കുംതോറും അനുയായികൾ ഓരോരുത്തരായി പിന്മാറുവാൻ തുടങ്ങി. അവർ വനത്തിനുള്ളിലേക്ക് എത്തിയപ്പോൾ ഫ്രാൻസിസിന്റെ കൂടെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗുരു, അവരെല്ലാവരും പോയി. ഇപ്പോൾ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഭയപ്പെടേണ്ട, നമുക്കിടയിൽ ദൈവമുണ്ട്. പെട്ടെന്ന് വനത്തിൽ നിന്ന് ചെന്നായി ഫ്രാൻസിസിന്റെ അടുത്തേക്ക് ഓടിയെത്തി. എന്നോട് ക്ഷമിക്കണേ ഗുരു. ഫ്രാൻസിസ് ഒറ്റയ്ക്കായി. ചെന്നായി ഫ്രാൻസിസിന് നേരെ ഭയങ്കരമായി ഊരിയിടുകയും മറ്റും ചെയ്തു. ഫ്രാൻസിസ് ചെന്നായിയുടെ നേരെ കുരിശടയാളം വരച്ചിട്ട് തന്റെ പോക്കറ്റിൽ നിന്നും ഒരു കുരിശെടുത്തു. അതൊരു മഹാത്ഭുതമായിരുന്നു. ചെന്നായി പെട്ടെന്ന് നിന്നു. വാസ്തവത്തിൽ ദൈവത്തിന്റെ ശക്തി കാരണമാണ് ചെന്നായി നിന്നത്. ആ സമയം ചെന്നായി ഭയപ്പെട്ടു, വാല് ചുരുട്ടിയിരുന്നു. എന്നിട്ട് ഫ്രാൻസിസിനെ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. സഹോദര ചെന്നായ്, ഞാൻ ഗുബിയയിൽ നിന്ന് വരികയാണ്. നീ കാരണം അവർക്കുണ്ടായ കഷ്ടാവസ്ഥ ഞാൻ കാണുകയുണ്ടായി. സഹോദര, എങ്ങനെ ഇത് സംഭവിച്ചു? എന്തിനാണ് നിന്റെ ആഹാരമായി മനുഷ്യരെ കൊല്ലുന്നത്? ചെന്നായി അവന്റെ കഥ ഫ്രാൻസിസിനോട് പറഞ്ഞു. എനിക്ക് അവരിൽ നിന്നും മുറിവേറ്റതുകൊണ്ട് കാരണമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതായി വന്നത്. അവൻ ഫ്രാൻസിസിനോട് പറഞ്ഞു, എനിക്ക് വിശന്നപ്പോൾ മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. മനുഷ്യരെ കൊന്നുകൊണ്ട് ഞാൻ സ്വന്തമായി ചെറുത്തു നിൽക്കുകയായിരുന്നു. ഫ്രാൻസിസിന് ചെന്നായിയുടെ ദുഃഖം മനസ്സിലായി. ഒരു ധാരണയിലെത്തിയിട്ട് കൈനീട്ടി. ചെന്നായി അവന്റെ കൈ ഫ്രാൻസിസിന്റെ കൈകളിലേക്ക് വെച്ചു. ആ വിശുദ്ധൻ ചെന്നായെ നഗരത്തിലെത്തിച്ചു. ചെന്നായ ഫ്രാൻസിസിന്റെ പിറകെ നടന്നു. അത് കണ്ടപ്പോൾ അവർക്ക് വിശ്വസിക്കുവാൻ സാധിച്ചില്ല. ചെന്നായെ അടുത്ത് നിർത്തിക്കൊണ്ട് ഫ്രാൻസിസ് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ധർമ്മപ്രവചനം നടത്തി. അവരുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുവാനും പറഞ്ഞു. ചെന്നായെ അവിടെ തീറ്റിപ്പോറ്റാൻ ജനങ്ങൾ സമ്മതിച്ചു. അങ്ങനെ അവർ സമാധാനമായി ജീവിച്ചു.
എന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെയും അനുഗ്രഹത്തിന്റെയും ജീവിക്കുന്ന പ്രതീകമാണ് ഈ സംഭവം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് പക്ഷികളോടും മൃഗങ്ങളോടുമുള്ള സ്നേഹവും ബന്ധവും ഒക്കെ പ്രകടമാക്കുന്ന മനോഹരമായ ഒരു വീഡിയോയാണ് നമ്മൾ കണ്ടത്. വിശുദ്ധന് ഈ ജീവജാലങ്ങളോടുള്ള സ്നേഹവും പരിലാളനയും ഒക്കെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവാൻ വേണ്ടി നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യാം. നാം ഇതുവരെ ഈ പ്രപഞ്ചത്തിലെ ഈ മനോഹരമായ പ്രകൃതിയിലെ സൃഷ്ടവസ്തുക്കളെ കുറിച്ചും ജീവജാലങ്ങളെ കുറിച്ചും പഠിക്കുകയും മനസ്സിലാക്കുകയുമായിരുന്നു. സൂര്യൻ, ചന്ദ്രൻ, കാർമേഘം, കുന്നുകൾ, നദികൾ, താഴ്വാരങ്ങൾ, പുഴകൾ, പക്ഷികൾ, മൃഗങ്ങൾ, മത്സ്യങ്ങൾ, അങ്ങനെ ധാരാളം ജീവജാലങ്ങൾ. ഇനി ഈ ജീവജാലങ്ങൾക്കെല്ലാം ഓരോ ഉത്തരവാദിത്തമുണ്ട്. ഇവയ്ക്കെല്ലാം ഓരോ ദൗത്യമുണ്ട്. ഈ ദൗത്യം നിറവേറ്റാതെ വരുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ താളം തെറ്റും. ഇപ്പോൾ സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ സൂര്യന്റെ ദൗത്യം എന്താണ്? പ്രകാശം തരിക. കാർമേഘത്തിന്റെ ദൗത്യമോ? മഴ പെയ്യുക. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ചെടി നട്ടു എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഒരു മാവിൻ തൈ. ഈ മാവിൻ തൈ നട്ടു കഴിയുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. എന്താണ് നമ്മുടെ ഉത്തരവാദിത്തം? ഈ മാവിൻ ചെടിക്ക് ആവശ്യമായ ജലവും വളവും നൽകി അതിനെ പരിപാലിക്കുക, അതിനെ സംരക്ഷിക്കുക. ഇനി ഈ മാവിൻ തൈ വളർന്ന് വലിയ മരമായി കഴിയുമ്പോൾ മാവിനുമുണ്ടൊരു ദൗത്യം. എന്താണ് മാവിന്റെ ദൗത്യം? നല്ല ഫലങ്ങൾ തരിക. എങ്കിൽ മാത്രമേ മാവിന് തന്റെ ലക്ഷ്യം, തന്റെ ദൗത്യം പൂർത്തീകരിച്ചെന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ. വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറുടെ ഉത്തരവാദിത്തം എന്താണ്? യാത്രക്കാരെ അപകടം കൂടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക. ഒരു അധ്യാപകന്റെ ഉത്തരവാദിത്തം എന്താണ്? കുട്ടികളെ പഠിപ്പിക്കുക. ഒരു വൈദികന്റെ ഉത്തരവാദിത്തമോ? ദൈവജനത്തെ വിശദീകരിക്കുക, പഠിപ്പിക്കുക, വിശ്വാസത്തിൽ വളർത്തുക. അങ്ങനെയാണെങ്കിൽ കുട്ടികളായ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ്? നിങ്ങളുടെ ദൗത്യം എന്താണ്? നന്നായി പഠിക്കുക. ഇതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ. നാം ഇതുവരെ ഈ പ്രപഞ്ചത്തിലെ ഏതാനും സൃഷ്ടവസ്തുക്കളുടെയും ജീവജാലങ്ങളുടെയും ഒക്കെ ദൗത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. ഈ ഓരോ ജീവജാലത്തിനും സൃഷ്ടവസ്തുക്കൾക്കൊക്കെ ഒരു ഉത്തരവാദിത്തം മാത്രമല്ല ഉള്ളത്. അവയ്ക്കെല്ലാം ധാരാളം ദൗത്യമുണ്ട്, ധാരാളം ഉത്തരവാദിത്തങ്ങൾ അവയ്ക്ക് നിർവഹിക്കാനുണ്ട്. നമ്മൾ എന്താണ് പറഞ്ഞത്? അതായത് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടവസ്തുക്കൾക്കെല്ലാം ഓരോ ദൗത്യമുണ്ട്. ഈ ദൗത്യം നിറവേറ്റാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പ്രപഞ്ചത്തിന് തന്നെ താളം തെറ്റും. ഇപ്പോൾ സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്രകാശം തരികയില്ല, അല്ലെ? പ്രകാശമില്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിയിൽ എവിടെയും എന്തായിരിക്കും? അന്ധകാരമായിരിക്കും. എങ്ങും ഇരുട്ട് മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരവസ്ഥയായിരിക്കും അത്. അതുപോലെ തന്നെ മഴ പെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സസ്യങ്ങൾ വളരില്ല, പക്ഷിയുടെ മുറകളൊക്കെ ചത്തൊടുങ്ങും. മനുഷ്യരായി നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ജലം ലഭിക്കില്ല. അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് ഈ ഭൂമിയുടെ താളം ക്രമം തെറ്റിപ്പോകും. അതുകൊണ്ട് തന്നെ നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. നമ്മുടെ നീതിയും സമാധാനവും ദയയും പുലർത്തുന്ന നല്ല മക്കളായി മാറുവാൻ, നല്ല സൃഷ്ടികളായി മാറുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ തന്നെ നിലനിൽപ്പ് അതിൻ്റെതായ രീതിയിൽ ക്രമപ്പെടുത്തുവാനും അതിനെ നിലനിർത്തുവാനും സാധിക്കുകയുള്ളൂ. ഈ പ്രപഞ്ചത്തിലെ ഉന്നത സൃഷ്ടിയായ മനുഷ്യന്, അതായത് നമുക്ക് ഓരോരുത്തർക്കും പരസ്പരം സ്നേഹവും സമാധാനവും ദയവുള്ളവരായി വർത്തിക്കാം. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടവസ്തുക്കളെയും സംരക്ഷിക്കുവാനും അതിനെ നശിപ്പിക്കാതെ പരിപാലിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ
ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും രക്ഷിക്കണമേ. ആമേൻ.